വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ചില റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റിൽ നല്ല രുചികരമായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് കിട്ടാറുണ്ട്. അതുപോലെ വളരെ രുചികരമായിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് ആ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കൻ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അതിൻ്റെ പേരിലാണ്. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ എഗ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് വെച്ചിട്ടുണ്ട്. ആ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരികയാണ്. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയം ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 200 ഗ്രാം അളവിലാണ് ഇതിലേക്ക് ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കുന്നത്. അരി ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും കൂടി ഒന്ന് ചേർക്കുകയാണ്. എണ്ണയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രമേ നമ്മുടെ ഈ അരിയൊക്കെ പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഹൈയിൽ തന്നെ വെച്ചിരിക്കാം. ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതായത് ഒരു 10-12 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ 10 മിനിറ്റിന് ധാരാളം മതിയാവും. അത്രയും സമയം കൊണ്ട് നമ്മുടെ അരിയെല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തിട്ടുണ്ടാവും. എന്നാൽ ശരി, കുറച്ച് സമയം ഒന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ റൈസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം ഒരു 95% വെന്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വേകണം എന്നുള്ള ആവശ്യമില്ല. കാരണം ആ ചൂടിലിരുന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിൻ്റെ പേരിലാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നമുക്ക് ചോറ് മാത്രം ഈ ഒരു അരിപ്പയിലേക്ക് ഒന്ന് എടുക്കാം. ഇതുപോലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അത്യാവശ്യം അകലമുള്ള ഒരു തവ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർക്കുകയാണ്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 4 മുട്ടയാണ്. ആ മുട്ട ചേർക്കാം. കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി, അതുപോലെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിച്ചതും കൂടി, ഇതിത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ ഇരുന്നാൽ മതിയാവും. ഒരുപാട് ഇങ്ങനെ സമയത്ത് ഇളക്കി നല്ലതുപോലെ തരിതരിയായിട്ട് ആക്കാൻ പാടില്ല. ചെറിയ പീസായിട്ട് വേണം നമ്മുടെ ഈ മുട്ടയുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവേണ്ടത്. ഇതുപോലെ നമ്മുടെ മുട്ടയെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന്നും ഒരുപാട് ചെറിയ പീസാക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതെല്ലാം മറ്റൊരു ബൗളിലേക്ക് ഒന്ന് എടുക്കാം. വീണ്ടും അതേ കടായി എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് ഒരു 3 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കുകയാണ്. കൂടെ തന്നെ പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഇത് രണ്ടും ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്ത ശേഷം പിന്നെ വേണ്ടതാണ് അത്യാവശ്യം വലിയ സവാളയുടെ ഒരു പകുതി സവാള ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള കൂടി ഇതിലേക്കൊന്ന് ചേർക്കാം. ഒന്നും കൂടുതലായി പോകരുത്. സവാളയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് സമയമൊക്കെ ഇട്ട് വഴറ്റി എൻ്റെ കളറൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് മീഡിയം സൈസിൽ ഒരു ക്യാരറ്റ് ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചേർക്കാം. കൂടെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കവും എടുത്തിട്ടുണ്ട്. അതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ബീൻസും കൂടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഒന്ന് ഹൈയിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഈ ഒരു സമയം തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് ചൂടായി ചെറിയ രീതിയിൽ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ്
ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോയാ സോസിൻ്റെ അളവ് നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. സോസ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് റൈസ് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ചോറും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഹൈയിൽ തന്നെ ഒന്ന് വെച്ചിരിക്കണം. ഫ്ലെയിം കുറച്ച് വെക്കരുത്, നല്ല ഹൈയിൽ വേണം വെക്കാനായിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞതുപോലെ ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ചിരിക്കണം. എന്നിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. അതായത് നമ്മുടെ ഈ സോസും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ ഈ ചോറിൽ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ആയിട്ടുണ്ടാവണം. ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടി ചേർക്കാം. മുട്ടയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത ശേഷം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരല്പം സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തേക്കണം കേട്ടോ. അപ്പോൾ അതില്ലാതെ വെച്ചിട്ടൊന്നും പ്രശ്നമില്ല, നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു രീതിക്കൊന്ന് ചെയ്തെടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നല്ല ചൂടോടുകൂടി നമ്മൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്ത് എളുപ്പത്തിലും രുചികരമായിട്ടാണ് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഉറപ്പായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല, എന്ത് വേണമെങ്കിലും സൈഡായിട്ട് നമുക്കിലേക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലത് ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.